ഞാനിന്നുള്ളത് കനോലി സാഹിബിൻ്റെ നിലമ്പൂരിലാണ്. തേക്കിൻകാടുകൾ കഥ പറയുന്ന ചാലിയാർ പുഴയുടെ ചിഞ്ചിലോളങ്ങൾ കേൾക്കുന്ന നിലമ്പൂർ. പണ്ടുകാലത്തെ നിലമ്പൂർ എന്ന് പറയുമ്പോൾ ഇന്നുപോലത്തെ നിലമ്പൂരല്ല. കാട്ടുമൃഗങ്ങളോട് പടപൊട്ടി അതുപോലെ തന്നെ ഒരുപാട് ആദിവാസി സമൂഹങ്ങളൊക്കെ കഥ പറയാനുള്ള ഒരു നിലമ്പൂരുണ്ടായിരുന്നു. ആ നിലമ്പൂരിൻ്റെ മണ്ണിൽ നിലമ്പൂർ കനോലി റോഡിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ചെട്ടിയങ്ങാടി പഴമ എന്ന് പറയുന്ന നിലമ്പൂരിൻ്റെ പഴയകാല ചരിത്രമുണ്ട്. ചെട്ടിയങ്ങാടി പഴമ. അപ്പോൾ അതൊക്കെ വിളിച്ചു പോകുന്ന കുറേ ചുമർ ചിത്രങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഈ കാട്ടുപോത്ത് ഇതൊക്കെ നിലമ്പൂരിൻ്റെ പഴയകാല വന്യതയെക്കുറിച്ച് പറയുന്നതാണ്. നമ്മൾ ഇന്ന് കാണുന്നത് നിലമ്പൂരല്ല. നിലമ്പൂർ എന്ന് പറയുന്നത് ഗൂഡല്ലൂർ മലനിരകളുടെ നാടുകാണി ചുരത്തിലെ തായ്വരത്തുള്ളൊരു ടൗണാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്ന പ്രദേശം. ഇവിടുത്തെ പാട്ട് മഹോത്സവം അതിപ്രശസ്തമാണ്. നിലമ്പൂർ കോവിലകം അതിപ്രശസ്തമാണ്. ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ നിലമ്പൂർ ഷെരീഫ്ക്കയുടെ കുറേ ചിത്രങ്ങൾ കണ്ടു. അപ്പോൾ ചുമറിൽ ചെയ്തിരിക്കുന്ന നിലമ്പൂർ, നമ്മുടെ നിലമ്പൂർ, അതുപോലെ തന്നെ നിലമ്പൂരിൻ്റെ ആ ഒരു വന്യതയെ കാണിക്കുന്നതാണ്. ഇവിടെ ഒരു വൈൽഡ് ലൈഫ് സാനിച്ചറി ഉണ്ട്, കരിമ്പുയ വൈൽഡ് ലൈഫ് സാനിച്ചറി ഉണ്ട്, മൂക്കട്ട ഗാർഡർ പാലുണ്ട്. അപ്പോൾ ഒരുപാട് കാഴ്ചകളുള്ള നിലമ്പൂരിൻ്റെ ആ ഒരു മനോഹരമായ ദൃശ്യം. നിങ്ങൾ ഈ കാണുന്ന വഴികളൊക്കെ ഉണ്ടോ? തേക്കിൻകാടുകളാണ്. നല്ല തേക്കിൻകാടുകളുടെ ഒരു പ്രദേശമാണ് നിലമ്പൂർ. ഇത് നേരെ പോകുന്നത് ഊട്ടി റോഡാണ്. പഴമയോടൊക്കെ ചിത്രം നമുക്കിവിടെ കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള യൂണിയൻ ഹോട്ടല്, അവിടുത്തെ പലഹാരപ്പെട്ടി, അതുപോലെ തന്നെ പഴക്കൊലയൊക്കെ കണ്ടെങ്കിൽ ആ പഴക്കൊല നമ്മുടെ പെട്രോമാക്സ്. പണ്ട് ഏറനാട് ഭാഗത്തൊക്കെ മുസ്ലിം കല്യാണ വീടുകളിൽ രാത്രിയാണ് പുതിയാപ്പിള വീട്ടിൽ പോവുക. അപ്പോൾ ഈ പെട്രോമാക്സ് പിടിച്ചിട്ടായിരുന്നു പോവാറ്. ആ കല്യാണ ഓർമ്മകളാണ്. ചായടി, ആ സമാവർ ചായ, ആ ഒരു ഹോട്ടലിൻ്റെ കൺസെപ്റ്റാണ്. പിന്നെ ഇവിടെ കുശവന്മാരുണ്ടായിരുന്നു, മൺപാത്രം നിർമ്മിക്കുന്ന കുശവന്മാരുണ്ടായിരുന്നു. അപ്പോൾ ആ കുശവന്മാരുടെ ആ ഒരു ചട്ടിയും മൺകലൊക്കെ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഓലക്കുട, നിലമ്പൂർ കോവിലകത്തിൻ്റെ ചെറിയ ദൃശ്യങ്ങൾ. അങ്ങനെ നിലമ്പൂരിൻ്റെ ഒരു മിനിയേച്ചറാണ് കൊടുത്തേക്കുന്നത്. യൂണിയൻ ഹോട്ടലൊക്കെ നിലമ്പൂരിൻ്റെ രുചിപ്പെരുമ പറഞ്ഞ ഒരു സംഭവമായിരുന്നു യൂണിയൻ ഹോട്ടൽ. ഞാൻ ഇതൊന്ന് വായിച്ചു നോക്കാം. ഇത് കുറച്ച് നേരം നമ്മൾ ഇത് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. മൺപാത്രങ്ങൾ, തുണിയും വളകളും പപ്പടം കച്ചവടം നടത്തിയിരുന്ന ചെട്ടിയാന്മാരുടെ അങ്ങാടിയായിരുന്നു നിലമ്പൂർ പട്ടണം. പണ്ട് നിലമ്പൂർ പട്ടണം എന്ന് പറഞ്ഞാൽ മൺപാത്രങ്ങളിൽ തുണി, വള, മഹോത്സവമൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഭൂതകാലത്ത് തന്നെ മാറ്റി കൊറ്റക്കാട് ശങ്കരനായകൃതി അതിനൊരു ഹിസ്റ്ററിയാണിത്. ഹിസ്റ്ററി ശരിക്കും വായിക്കാൻ റെഫർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഹിസ്റ്ററിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതേ ഒരു പഴയ നിലമ്പൂർ ടൗണാണ് കാണിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ സന്തോഷമായി. എൻ്റെ നാട് കൊയിലാണ്ടിയാണ്. കൊയിലാണ്ടി എന്ന് പറഞ്ഞാൽ പന്തലായിനിയാണ്. പന്തലായിനി, കൊല്ലത്തിൻ്റെ കൊയിലാണ്ടി. ആ കൊയിലാണ്ടി പന്തലായിനി നെയ്ത്തുകാരുടെ വസ്ത്രാലയം. ഞാൻ ആലോചിക്കാം, ഞങ്ങളുടെ നാട്ടിലെ നെയ്ത്തുകാരുടെ വസ്ത്രാലയം ഈ നിലമ്പൂരുണ്ടായിരുന്നു. പഴയ മരുന്ന് കച്ചവടം, സംഘവൈദ്യരുടെ മരുന്ന് കച്ചവടം. നിലമ്പൂരിൻ്റെ ഉൾവനങ്ങളിൽ ഇപ്പോഴും ഒരുപാട് ആദിവാസികൾ ജീവിക്കുന്ന ഇത്തരം മരുന്നുകൾ വിറ്റിട്ടാണ്. അവർ കാട്ടിൽ നിന്ന് മരുന്ന് ശേഖരിച്ച് നിലമ്പൂരിൽ പൂത്തുകാലിൽ, അതുപോലെ തന്നെ വൈക്കളവ കങ്ങാടി കൊണ്ടേ കൊടുത്തിട്ടാണ് അവരുടെ ജീവിതമാർഗം കണ്ടത്. അതുപോലെ റാണി ടൈംസ്, വിനീത കല്ലറി, രാമകുടിനാർ ക്യാമ്പ് എന്താ പറയുക, അവിടുത്തെ ഒരു നിലമ്പൂരിൻ്റെ അങ്ങാടികളുടെ ഒരു മിനിയേച്ചറൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കനോലി റോഡിൻ്റെ മുന്നിലുള്ളത്. ഞാനിപ്പോൾ കനോലി റോഡിൽ കയറാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഇവിടെ തൂക്കുപാലത്തിൻ്റെ പണിയെടുക്കുന്നുണ്ട്, ഉള്ളിലേക്ക് കടത്തി വിടുന്നില്ല. അപ്പോൾ തൽക്കാലം ഞാനിവിടുന്ന് എനിക്ക് കനോലി റോഡ് കണ്ടില്ലെങ്കിലും ഈ നിലമ്പൂരിൻ്റെ ഒരു റെഫറൻസ് കിട്ടി. നിലമ്പൂർ ചെട്ടിയങ്ങാടി വരുമ്പോൾ ആ റെഫറൻസ് എനിക്ക് കിട്ടി. ഇവിടെ തെരഞ്ഞെടുപ്പ് ചൂട് നടക്കുകയാണ്. ആ സമയത്താണ് ഞാനിവിടെ എത്തിയത്. എന്നാലും ബസ്സൊക്കെ പോകുന്നത് കുറച്ച് വോയിസിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമല്ല. കാരണം ഊട്ടിയിലേക്ക് പോകുന്ന റോഡ്, കൂടല്ലൂരേക്ക് പോകുന്ന റോഡ്, അതിമനോഹരമായ ഭക്ഷണം, എന്താ പറയുക, കാഴ്ചകൾ, രുചികരമായ ഭക്ഷണം, നല്ല സ്നേഹസമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ ഉള്ള നിലമ്പൂർ. ആ നിലമ്പൂർ വന്ന് ആ നിലമ്പൂരിൽ ചരിത്രം അറിയാൻ പറ്റിയെന്ന് പറയുമ്പോൾ വലിയ സന്തോഷം. തൽക്കാലം ഞാൻ ഇന്നത്തെ എൻ്റെ പരിപാടി നിർത്തുകയാണ്. ഇനി അടുത്ത പരിപാടി അല്ലെങ്കിൽ അടുത്ത വ്ളോഗ്, അതിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എല്ലാവർക്കും ഒരുപാട് സ്നേഹം.